ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് ഡിസൈൻ ആണ് കേട്ടോ. പൈപ്പിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പൈപ്പിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സിംഗിൾ പൈപ്പിംഗ് അല്ല, അതുപോലെയല്ല. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. യൂട്യൂബിൽ ആരും ചെയ്ത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ഇതിപ്പോ എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത് കേട്ടോ. ഞാൻ വീഡിയോയിൽ അതെങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ എൻഡ് വരെ കണ്ടു നോക്കുക. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് ഒരു ഫുൾ പിക്ചർ ഇട്ടിരുന്നത്. അപ്പൊ പലരും എന്നോട് ചോദിച്ചു അതെന്തേ ഫോട്ടോയും കൂടി ഇട്ടിരുന്നേ കൊള്ളാമായിരുന്നു എന്ന്. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ വീഡിയോ നിങ്ങൾ എൻഡ് വരെ കണ്ടാലേ അത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെന്റ് നെക്കായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മള് ചുരിദാറിന്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രണ്ട് പീസാണ് ചുരിദാറിന്റെ. അതുപോലെ തന്നെ ഇത് അതിന്റെ ലൈനിങ്. ഓക്കെ, ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത്, പാന്റിന്റെ. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമ്മളിപ്പോ പൈപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. പൈപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മള് ഇതിന്റെ രണ്ടിന്റെയും തുണികൾ എടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടിന്റെ തുണി നമ്മൾ സ്ട്രെയിറ്റ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് വെച്ചാണ് നമ്മൾ ഡോറി ഉണ്ടാക്കുന്നത്. ഡോറി ഉണ്ടാക്കിയിട്ടാണ് ഇത് വെച്ച്, ഇതിപ്പോ നമ്മള് ബോട്ടത്തിന്റെ പീസ് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ നോർമൽ നെക്കിനൊക്കെ ചെയ്യുന്ന പൈപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഡോറിയും പൈപ്പിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഇതായപ്പോ നമ്മള് ബോഡി പാർട്ട് വെച്ച് ഡോറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടത്തിന്റെ പീസ് വെച്ച് പൈപ്പിംഗ്, നോർമൽ സാധാരണ പൈപ്പിംഗ് ത്രെഡ് ഇട്ടിട്ടുള്ള പൈപ്പിംഗ്. ഡോറിയും നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പൈപ്പിങ്ങിനെ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോകുന്നു. ഓക്കെ, എന്നിട്ടാണ് നമ്മളത് നെക്കിന്റെ പോർഷനിലേക്ക് വെച്ചു കൊടുക്കുന്നത്. നെക്ക് നമ്മൾ യു ഷേപ്പിലാണ്, സാധാരണ യു ഷേപ്പ് മോഡലിലാണ് നെക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സൂചിയിൽ സിംഗിൾ ലെയറിൽ നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് പൈപ്പിംഗ് റെഡിയാക്കി വെച്ചേക്കുന്നത്, പൈപ്പിംഗ് ഉള്ളിലേക്ക് നമ്മുടെ തയ്യൽ തുമ്പ് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഇതിനെ ഈ ഡോറി എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. കണ്ട, എന്നിട്ട് നമ്മളിത് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് നോട്ടിട്ട് പിടിപ്പിക്കുകയാണ്. ഒറ്റ നൂലിലാണ് നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നത്. നമ്മൾ നെക്കയിലേക്ക് പിടിപ്പിക്കുമ്പോൾ അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം നമ്മൾ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതിങ്ങനെ ചുറ്റി ഒരു ഈക്വൽ അകലത്തിലാണ് നമ്മളിതിങ്ങനെ ചുറ്റിപ്പോകുന്നത്. ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കിട്ടത്തക്ക രീതിയിൽ. ഓക്കെ, ഉണ്ടോ, 1 ഇഞ്ച് ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ നമ്മളിത് ഓരോ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൂചി വെച്ച് അതൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. കണ്ടോ, വീണ്ടും നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ
അടുത്ത ചുറ്റു കൊണ്ടുവരികയാണ്. ഉണ്ടോ, ഇതുപോലെ നമ്മൾ ചുറ്റിയാണ് എടുക്കുന്നത്. എന്നാൽ ഇതിങ്ങനെ വലിച്ച് ഈ പൈപ്പിങ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന പൈപ്പിങ്ങിന്റെ ഈ പടി ചുരുണ്ടു പോകരുത് കേട്ടോ, ഇങ്ങനെ വലിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഇത് നെക്കയിലേക്ക് പിടിപ്പിക്കാനായിട്ട് പാടാവും. അപ്പോൾ ഇതിങ്ങനെ ഇത്തിരി ലൂസായിട്ട് തന്നെ അടുത്തത് വെച്ചു കൊടുക്കുക. ഓക്കെ, ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പം നമ്മൾ അതിലേക്ക് നൂല് കൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചി വെച്ച് ടൈ ചെയ്ത് പോയി. കണ്ടോ, ഈക്വൽ അകലത്തിൽ. ഓക്കെ, ഇനി ഇത് വെച്ചാണ് നമ്മൾ പൈപ്പ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മളിതിപ്പോൾ സ്റ്റിഫിൽ ഒട്ടിച്ചെടുത്തല്ലോ. ആ ഒരു പീസ് നമ്മൾ ചുരിദാറിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിതൊന്ന് ഇതിലേക്ക് പൈപ്പിങ് ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അടിവശത്ത് വെച്ചിട്ട് വേണം കേട്ടോ, അടിവശത്ത് വെച്ച് ജസ്റ്റ് ഇത് മേലേക്കൊന്ന് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് നല്ല ബോഡി പാർട്ടിലേക്ക് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം ഇത് സ്റ്റിഫ്. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ ഈ നെക്കിലേക്ക് ഈ പൈപ്പിംഗ് പീസ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ തന്നെ ഈ പൈപ്പിംഗ് ത്രെഡ് വരുന്ന ഈ ഒരു വശം ഉണ്ടല്ലോ, ആ വശം ഈ നെക്ക് നമ്മൾ സ്റ്റിഫ് കട്ട് ചെയ്തേക്കുന്ന ആ നെക്കിന്റെ അറ്റം വശം ഉണ്ടല്ലോ, ആ അറ്റം വശത്തിനോട് ചേർത്ത് നമ്മൾ പൈപ്പിംഗ് പോർഷൻ മാത്രം ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ. ഈ കഴുത്തിന്റെ ഇവിടെ പൈപ്പിങ്ങിന്റെ പോർഷൻ മാത്രം പുറത്തേക്ക് വരുന്നത്, ബാക്കി ഉള്ള വശമൊക്കെ നെക്കിന്റെ അകത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അതുപോലെ വെച്ചു കൊടുക്കുക. നമ്മൾ പൈപ്പിങ് ചെയ്യുന്ന പോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതായപ്പോൾ നമ്മൾ നെക്കിലേക്ക് ഇത് പിടിപ്പിച്ചു. ഇനി നമ്മൾ ഈ ഒരു പീസ് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്യാണ്. ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ ഓൾറെഡി ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് കറക്റ്റായിട്ട് സെൻറ്ററാക്കി വെച്ച് കൊടുക്കുക, പിൻ ചെയ്ത് വയ്ക്കുക. ഇത് നമ്മളിത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുമേലേക്ക് ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് സെൻറ്റർ പോർഷൻ. എന്നിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ഉൾവശത്ത് നമുക്ക് ഈ നമ്മൾ വെച്ചു കൊടുത്ത പൈപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മറിച്ചിടാൻ പോവാണ്. മറിച്ചിടുമ്പോൾ ഇതുപോലെ വരും നമ്മുടെ പൈപ്പിംഗ്. മറിച്ചിട്ടിട്ട് കാണിക്കാം. ഇപ്പം നമ്മുടെ നെക്കിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വെറൈറ്റി നെക്ക് ഡിസൈനാണ് കേട്ടോ. ഇതങ്ങനെ ആരും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കിങ്ങനെ തോന്നി ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്.
എന്നാൽ പെട്ടെന്ന് നമ്മൾ സിംഗിൾ കളർ നമ്മുടെ പൈപ്പിങ്ങിനേക്കാൾ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്